ഹായ്, എൻ്റെ പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും സയൻഷ്യ കോച്ചിങ് സെൻറ്ററിൻ്റെ ഫിസിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് +1 ഫിസിക്സിലെ ഒന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഫിസിക്കൽ വേൾഡ് എന്ന ചാപ്റ്ററാണ്. ഫിസിക്സിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സ്, എത്രയൊക്കെ ചാപ്റ്റേഴ്സ് ഉണ്ട് എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആകെ 15 ചാപ്റ്റേഴ്സ് ഉണ്ട്. അതിൽ ആദ്യത്തെ ചാപ്റ്ററിൻ്റെ പേരാണ് ഫിസിക്കൽ വേൾഡ്. ഞാൻ പറഞ്ഞിരുന്നു, ഈ ഒരു ചാപ്റ്ററിൽ ഫിസിക്കൽ വേൾഡ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരുപാട് കാര്യങ്ങളൊന്നും നമുക്ക് പഠിക്കാനില്ല. വളരെ കുറച്ച് കാര്യം. സാധാരണ എക്സാമിന് 1 മാർക്കിന് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു ചാപ്റ്ററാണ് ഈ ഫിസിക്കൽ വേൾഡ് എന്ന് പറയുന്ന ചാപ്റ്റർ. ഓക്കെ, അപ്പോൾ അതിൽ ഏതാനും കുറച്ച് ഭാഗങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ആ 1 മാർക്ക് നിങ്ങൾക്ക് 100% ഉറപ്പായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഭാഗത്തേക്ക് നമുക്ക് പോകാം. അപ്പോൾ അതിനു മുമ്പ് എന്താണ് ഈ ചാപ്റ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫിസിക്കൽ വേൾഡ് എന്ന് പറഞ്ഞാൽ ചാപ്റ്ററിൻ്റെ പേര് കേട്ടാൽ തന്നെ നമുക്കറിയാം എന്താണ് ഫിസിക്സിൻ്റെ ലോകം. അപ്പോൾ എന്താണ് ഫിസിക്സ് എന്ന് നമുക്ക് അറിഞ്ഞിരിക്കണം. എന്താണ് ഫിസിക്സ്? ഫിസിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സയൻസിലെ ഏറ്റവും ഫണ്ടമെൻ്റലായിട്ടുള്ള, ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഫിസിക്സിലെ ഒരു പ്രധാനപ്പെട്ട ബ്രാഞ്ചാണ്. സയൻസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബ്രാഞ്ചാണ് ഫിസിക്സ്. അപ്പോൾ എങ്ങനെയാണ് ഫിസിക്സ് എന്നുള്ള പേര് കിട്ടിയത്? നിങ്ങൾ ഗ്രീക്ക് തത്വചിന്തകനായിട്ടുള്ള അരിസ്റ്റോട്ടിൽ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഈ അരിസ്റ്റോട്ടിലാണ് ഫിസിക്സ് എന്നുള്ള നെയിം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഫിസിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അർത്ഥം ഫിസിക്സ് മീൻസ് നേച്ചർ, പ്രകൃതി എന്നാണ് ഫിസിക്സ്. അതായത് ഫിസിക്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് നേച്ചറിനെ കുറിച്ചും പ്രകൃതിയെക്കുറിച്ചും, പ്രകൃതിയിലെ നാച്ചുറൽ ഫിനോമിനൻസ്, ഡിഫറെൻറ്റ് നാച്ചുറൽ എന്താണ് പ്രകൃതിയിൽ കാണുന്ന പല തരത്തിലുള്ള പ്രതിഭാസങ്ങളെക്കുറിച്ചും നമ്മൾ സ്റ്റഡി ചെയ്യുന്ന ഒരു സയൻസിലെ ഒരു ബ്രാഞ്ചാണ് എന്ത്, ഫിസിക്സ്. അപ്പോൾ ഈ ഫിസിക്സിൽ വീണ്ടും പല 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 ഡിസിപ്ലിൻസ്, പല ബ്രാഞ്ചുകളും നമ്മൾ പഠിക്കുന്നുണ്ട്. അതിൽ +1 നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ക്ലാസിക്കൽ മെക്കാനിക്സ് എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. അത് കഴിഞ്ഞാൽ മറ്റൊന്നാണ് ക്വാണ്ടം മെക്കാനിക്സ്. ക്ലാസിക്കൽ മെക്കാനിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്രോസ്കോപ്പിക് ബോഡി, അതിൻ്റെ പല ഫിനോമിനൻസ്, അതുമായിട്ട് ബന്ധപ്പെട്ട സംഗതികളൊക്കെ നമ്മൾ സ്റ്റഡി ചെയ്യും. മാക്രോസ്കോപ്പി മീൻസ് വലിയ ഒബ്ജക്റ്റുകൾ. ഇപ്പോൾ ഒരു സ്റ്റോൺ, നമ്മളെ പ്ലാനറ്റ്സ്, ഒരു കാർ, മൂവിങ് കാർ, എ മൂവിങ് ബസ്, എ മൂവിങ് ട്രെയിൻ, ആൻ എയ്റോപ്ലെയിൻ, അങ്ങനെ വലിയ വലിയ മാക്രോസ്കോപ്പിക് ആയിട്ടുള്ള ഒബ്ജക്റ്റുകളെക്കുറിച്ച്, വസ്തുക്കളെക്കുറിച്ച്, ഹെവൻലി ബോഡീസ് ജസ്റ്റ് ലൈക്ക് പ്ലാനറ്റ്സ്, ഇതിനൊക്കെ കുറിച്ച് നമ്മൾ സ്റ്റഡി ചെയ്യുന്ന ഫിസിക്സിലെ ബ്രാഞ്ചാണ് ക്ലാസിക്കൽ മെക്കാനിക്സ്. ഇനി ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്സിലെ വളരെ മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ജസ്റ്റ് ലൈക്ക് ആറ്റംസ്, മോളിക്യൂൾസ്, ഇതിനൊക്കെ കുറിച്ച്, ഇലക്ട്രോൺസ്, പ്രോട്ടോൺസ്, ഇതിൻ്റെയൊക്കെ മോഷനും ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നടത്തുന്ന ഫിസിക്സിലെ ബ്രാഞ്ചാണ് ക്വാണ്ടം മെക്കാനിക്സ്. ഇപ്പോൾ നമ്മൾ +1 നമ്മൾ ക്ലാസിക്കൽ മെക്കാനിക്സ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിൽ വരുന്ന പല പല പോർഷൻസാണ്. കൂടെ തെർമോഡൈനാമിക്സ്, ഇതൊക്കെ ക്ലാസിക്കൽ മെക്കാനിക്സിൽ വരുന്ന ഭാഗമാണ്. തെർമോഡൈനാമിക്സ്, അതുപോലെയുള്ള കുറച്ച് ബ്രാഞ്ചസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് എക്സാമിന് വരുന്ന പോയിൻറ്റ്സ് എന്തൊക്കെയാണ്, നമുക്ക് പഠിക്കാൻ എക്സാമിന് മാർക്ക് ക്വസ്റ്റ്യൻസ് വരുന്ന ഏരിയ എന്തൊക്കെയാണ്, ആ കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ ഈ ചാപ്റ്ററിൽ എക്സാമിന് ചോദിക്കുന്ന ഒരു ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേച്ചറിലെ ഫണ്ടമെൻ്റൽ ഫോഴ്സുകളെ കുറിച്ചാണ്. അപ്പോൾ ഏതൊക്കെയാണ് ആ ഫണ്ടമെൻ്റൽ ഫോഴ്സസ്? അപ്പോൾ ഈ ടോപ്പിക്കിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളുടെയൊക്കെ എല്ലാവരുടെയും കയ്യിൽ ഒരു നോട്ട് ബുക്കും പേനയും ഉണ്ടാകുമെന്ന് കരുതുന്നു. പറയുന്ന പോയിന്റുകളെല്ലാം എല്ലാവരും എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ഇനി പറയുന്ന കാര്യങ്ങൾ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ്. ഓക്കെ, സോ നമ്മൾ പറയാൻ പോകുന്നത് നേച്ചറിലെ ഫണ്ടമെൻ്റൽ ഫോഴ്സുകളെ കുറിച്ചാണ്. ആദ്യം നമുക്ക് നേച്ചറിൽ എത്ര ഫണ്ടമെൻ്റൽ ഫോഴ്സസ് ഉണ്ട്, പല ഫോഴ്സുകളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സോ എത്ര ഫണ്ടമെൻ്റൽ ഫോഴ്സസ് ആണ് നേച്ചറിലുള്ളത്? ദർ ആർ 4 ഫണ്ടമെൻ്റൽ ഫോഴ്സസ് ഇൻ നേച്ചർ. നേച്ചറിൽ എത്ര ഫണ്ടമെൻ്റൽ ഫോഴ്സസ് ഉണ്ട്? 4 ഫണ്ടമെൻ്റൽ ഫോഴ്സസ് ഉണ്ട്. അപ്പം ഞാൻ ഇനി പറയാൻ പോകുന്ന 4 ഫോഴ്സുകൾ,
അതിൻ്റെ സ്ട്രെങ്ത്ത് നമ്മൾ നോക്കുമ്പോൾ സ്ട്രെങ്ത്തിൻ്റെ ഇൻക്രീസിങ് ഓർഡറിലാണ്. അപ്പോൾ ഞാൻ ആദ്യം പറയുന്നത് ഏറ്റവും കുറവ് സ്ട്രെങ്ത് ഉള്ള ഫോഴ്സാണ്. അവിടുന്ന് ഇങ്ങനെ അടുത്ത ഫോഴ്സ് പറയുമ്പോൾ അതിൻ്റെ സ്ട്രെങ്ത്ത് അതിൻ്റെ പവർ എന്ത് ചെയ്യും, കൂടി സ്ട്രെങ്ത്ത് കൂടി വരും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഫോഴ്സ്, ഫണ്ടമെൻ്റൽ ഫോഴ്സിൽ നമ്മൾ ആദ്യം പറയാൻ പോകുന്ന ഫോഴ്സ് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുള്ള, നിങ്ങൾക്കറിയുന്ന ഒരു ഫോഴ്സ് തന്നെയാണ്. ആ ഫോഴ്സാണ് gravitational force. So the first fundamental force in nature is gravitational force. എന്താണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് നിങ്ങൾ മുമ്പ് ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. എന്താണ് ആക്ച്വലി ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് ദ ഫോഴ്സ് ബിറ്റ്വീൻ പാർട്ടിക്കിൾസ് ഹാവിങ് മാസ്. മാസുള്ള പാർട്ടിക്കിൾസ് തമ്മിലുണ്ടാകുന്ന ഫോഴ്സിനെയാണ് എന്ത് ഫോഴ്സ് എന്ന് പറയുന്നത്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. മാസ് കാരണം പാർട്ടിക്കിൾ തമ്മിൽ എന്തുണ്ടാകും? ഒരു ഇൻട്രാക്ഷൻ ഉണ്ടാകും. ഈ ഇൻട്രാക്ഷനെയാണ്, ആ ഇൻട്രാക്റ്റീവ് ഫോഴ്സിനെയാണ് നമ്മൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയാം. ഓക്കെ, ഇറ്റ് ഈസ് ദ ഫോഴ്സ്, യു ക്യാൻ റൈറ്റ് എന്താണ്, വാട്ട് ഈസ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്? ഇറ്റ് ഈസ് ദ ഫോഴ്സ് ബിറ്റ്വീൻ പാർട്ടിക്കിൾസ് ഹാവിങ് മാസ്. മാസുള്ള പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഫോഴ്സിനെയാണ് എന്ത് പറയുന്നത്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയാം. ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന് ചില പ്രത്യേകതകളുണ്ട്. പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള കാര്യമാണ്. ചില പ്രത്യേകതകൾ, അതിൽ ഒന്നാമതായിട്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ട പ്രത്യേകതയാണ് ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എ ലോങ് റേഞ്ച് ഫോഴ്സ്. ഇറ്റ് ഈസ് എ ലോങ് റേഞ്ച് ഫോഴ്സ്. എന്താണ് ലോങ് റേഞ്ച് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ? ലോങ് റേഞ്ച് ഫോഴ്സ് മീൻസ് ഈ ഫോഴ്സ് ഓഫ് ഇൻട്രാക്ഷൻ അത് അട്രാക്ഷൻ ആയിരിക്കാം എല്ലാ സമയത്തും. ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഓൾവേസ് അട്രാക്റ്റീവ്. അത് നിങ്ങൾ ഓർത്തിരിക്കേണ്ട മറ്റൊരു പോയിന്റാണ്. ഓക്കെ, എല്ലാ സമയത്തും ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ അട്രാക്ഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. എന്തുണ്ടാവില്ല? റിപ്പൾസീവ് ഫോഴ്സ് ഉണ്ടാവില്ല. ഓക്കെ, ഈ ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ലോങ് റേഞ്ച് ഫോഴ്സ് ആണ്. എന്ന് പറഞ്ഞാൽ എത്ര ഡിസ്റ്റൻസിൽ രണ്ട് പാർട്ടിക്കിൾ കൊണ്ടുപോയി വെച്ചാലും, രണ്ട് ഡിസ്റ്റൻസ്, വളരെ ഡിസ്റ്റൻസ്, ഇപ്പോൾ യൂണിവേഴ്സിൻ്റെ ഒരു എൻഡിൽ ഒരു പാർട്ടിക്കിൾ വെച്ചു, ഇപ്പോൾ ഒരു ഹെവൻലി ബോഡി, ഇപ്പോൾ ഒരു സ്റ്റാർ ഉണ്ട്, മറ്റൊരു എൻഡിൽ മറ്റൊരു സ്റ്റാറുണ്ടെങ്കിൽ ആ രണ്ട് സ്റ്റാറുകളും തമ്മിലും എന്തുണ്ട്? ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട്. ബട്ട് ആ ഡിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ച് ആ ഫോഴ്സ് എന്തായി വരും? വീക്കായിട്ട് വരും. അത് ഇൻവേഴ്സ് സ്ക്വയർ ലോ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ 9th ഒരു എക്സ്പ്രഷൻ? എന്താണ്? എഫ് അല്ലേ, ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ പഠിച്ചതല്ലേ? ന്യൂട്ടൺസ് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ, ന്യൂട്ടൻ്റെ സാർവിക ഗുരുത്വാകർഷണ നിയമം 9th സ്റ്റാൻഡേർഡിൽ പഠിച്ചതാണ്. എന്താണ്? എഫ് ഈസ് പ്രൊപ്പോർഷണൽ ടു m1 m2 ഡിവൈഡഡ് ബൈ r സ്ക്വയർ. കേട്ടിട്ടോ? എഫ് ഇസ് ഈക്വൽ ടു g m1 m2 ഡിവൈഡഡ് ബൈ r സ്ക്വയർ എന്ന് പറയുന്നൊരു എക്സ്പ്രഷൻ നിങ്ങൾ കേട്ടതാണ്. ഈ എക്സ്പ്രഷൻ ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷനെ റെപ്രസെൻ്റ് ചെയ്ത അതിൻ്റെ ഇക്വേഷനാണ്, ലോയുമായിട്ട് ബന്ധപ്പെട്ട ഇക്വേഷനാണ് എന്ത്? എഫ് ഇസ് ഈക്വൽ ടു g m1 m2 ഡിവൈഡ് ബൈ r സ്ക്വയർ. അതിൽ പറയുന്ന r സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസിൻ്റെ സ്ക്വയർ, ഇറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. സോ ഈ ഡിസ്റ്റൻസ് കൂടുകയാണെങ്കിൽ ഫോഴ്സിൻ്റെ സ്ട്രെങ്ത് എന്തായിരിക്കും? വീക്കായിട്ട് വരും. ബട്ട് അവിടെ ഒരു ഫോഴ്സ് ഉണ്ട്. എത്ര ലോങ് റേഞ്ചിലാണെങ്കിലും ഈ ഫോഴ്സ്, ഈ രണ്ട് പാർട്ടിക്കിൾസ് നമ്മൾ എന്തുണ്ട്? ഒരു ഫോഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്? ആക്ട് ചെയ്യുന്നുണ്ട്. സോ ഇറ്റ് ഈസ് എ ലോങ് റേഞ്ച് ഫോഴ്സ്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് ഞാൻ പറഞ്ഞു എന്താണ്? ഇറ്റ് ഈസ് ഓൾവേസ് അട്രാക്റ്റീവ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഈസ് ഓൾവേസ് അട്രാക്റ്റീവ്. ഓക്കെ, അപ്പോൾ 2 പോയിന്റ്സ് പറഞ്ഞു. ഒന്ന്, ഇറ്റ് ഈസ് എ ലോങ് റേഞ്ച് ഫോഴ്സ്. സെക്കൻഡ് വൺ, ഇറ്റ് ഈസ് ഓൾവേസ് അട്രാക്റ്റീവ്. ഓക്കെ, ഇനി അതിൽ പറയുന്ന മൂന്നാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഏറ്റവും കൂടുതൽ പ്രാവശ്യം എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു പോയിന്റാണ്, ഇറ്റ് ഈസ് ദ വീക്കസ്റ്റ് ഫോഴ്സ് ഇൻ നേച്ചർ. നേച്ചറിലെ ഏറ്റവും വീക്കായിട്ടുള്ള, ഏറ്റവും ദുർബലമായിട്ടുള്ള ഫോഴ്സാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. അതായത് പാർട്ടിക്കിളിൻ്റെ മാസ് ചെറുതാകുമ്പോൾ, ഡിസ്റ്റൻസ് കൂടുമ്പോൾ ഈ ഫോഴ്സ് ഏറ്റവും വീക്കായിട്ട് വരും. മാസ് കൂടുന്നതനുസരിച്ച് ഫോഴ്സ് എന്ത് ചെയ്യും? സ്ട്രോങ് ആകും. ബട്ട് ഇപ്പോൾ നമ്മൾ ഒരേ ടൈപ്പുള്ള പാർട്ടിക്കിൾസ്, ഇപ്പോൾ 2 ചാർജ് പാർട്ടിക്കിൾസ് എടുത്തു കഴിഞ്ഞാൽ, 2 ഇലക്ട്രോണുകൾ, അല്ല ഒരു ഇലക്ട്രോണും പ്രോട്ടോണൊക്കെ തമ്മിലുള്ള ഫോഴ്സ് നമ്മൾ നോക്കുമ്പോൾ അത് തമ്മിൽ പല ഫോഴ്സസ് ഉണ്ടാവാം. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഉണ്ടാവാം, മാഗ്നറ്റിക് ഫോഴ്സ് ഉണ്ടാവാം, കൂടെ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഉണ്ടാവും. ഇതിൽ ഈ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ അത് വളരെ വീക്കായിരിക്കും. സോ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഈസ് ദ വീക്കസ്റ്റ് ഫോഴ്സ് ഇൻ നേച്ചർ. ഓക്കെ, സോ ഇപ്പോൾ നമ്മൾ 3 പോയിന്റുകൾ നമ്മൾ പ്രധാനമായിട്ടും പഠിച്ചു. ഈ 3 പോയിന്റുകൾ നിർബന്ധമായിട്ടും നിങ്ങൾ ഓർത്തിരിക്കണം. ഒന്ന്, ഇറ്റ് ഈസ് ദ ലോങ് റേഞ്ച് ഫോഴ്സ്. സെക്കൻഡ് വൺ, ഇറ്റ് ഈസ് ഓൾവേസ് അട്രാക്റ്റീവ്. ആൻഡ് തേർഡ് വൺ, ഇറ്റ് ഈസ് ദ വീക്കസ്റ്റ് ഫോഴ്സ് ഇൻ നേച്ചർ. അപ്പോൾ ഇത്രയും കാര്യം നിങ്ങൾ ഗ്രാവിറ്റേഷൻ ഫോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ഓർത്തിരിക്കുക.
അപ്പോൾ നമുക്ക് ഇനി അടുത്ത ഫോഴ്സിലേക്ക് പോകാം. അപ്പോൾ നേച്ചറിലെ ഫണ്ടമെൻ്റൽ ഫോഴ്സുകളിൽ രണ്ടാമതായിട്ട് നമ്മൾ പറയാൻ പോകുന്ന ഫോഴ്സാണ് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്. എന്താണ് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്? ഇതിനെക്കുറിച്ച് അത്ര ഡീറ്റെയിൽസ് ആയിട്ടൊന്നും നിങ്ങൾ പഠിക്കേണ്ട. എന്താണ് എപ്പോഴാണ് ഈ വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, അതിൻ്റെ ഒരു പ്രോപ്പർട്ടിയും നിങ്ങൾ പഠിച്ചിരിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ? വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ അങ്ങനെ എല്ലാ സമയത്തും ഉണ്ടാകുന്ന ഒരു ഫോഴ്സ് അല്ല. ചില പ്രത്യേക ഒക്കേഷനിൽ മാത്രം, ചില പ്രത്യേക സന്ദർഭങ്ങളിൽ, അതായത് ന്യൂക്ലിയസുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന ചില റിയാക്ഷൻസ് ഉണ്ട്, ന്യൂക്ലിയർ റിയാക്ഷൻസ്. അതിലൊരു റിയാക്ഷനാണ് ബീറ്റ ഡീകേ എന്ന് പറയുന്ന റിയാക്ഷൻ. ന്യൂക്ലിയസിനകത്ത് നിന്ന് ചില പാർട്ടിക്കിൾസ് ഒക്കെ പുറത്തേക്ക് പോകാറുണ്ട്. ചില അൺസ്റ്റേബിൾ ന്യൂക്ലിയസുകൾ സ്റ്റെബിലിറ്റി കിട്ടാൻ വേണ്ടി ആ ന്യൂക്ലിയസുകൾ എന്ത് ചെയ്യും? ന്യൂക്ലിയസിനകത്ത് നിന്ന് ചില എലമെൻ്ററി പാർട്ടിക്കിൾസിന് എന്ത് ചെയ്യും? പുറത്തേക്ക് എമിറ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ എമിറ്റ് ചെയ്യുന്ന ഒരു പാർട്ടിക്കിളാണ് ബീറ്റ പാർട്ടിക്കിൾ. ഈ ബീറ്റ പാർട്ടിക്കിൾ പുറത്തേക്ക് എമിറ്റ് ചെയ്യുന്ന ആ ഒരു സിറ്റുവേഷനിൽ അതിനോട് കൂടെ, ആ ബീറ്റ പാർട്ടിക്കിളിനോട് കൂടെ മറ്റു ചില പാർട്ടിക്കിൾസ് കൂടെ, ആൻറ്റി ന്യൂട്രിനോ എന്നൊക്കെ പറയുന്ന ചില പാർട്ടിക്കിൾസ് കൂടെ എന്ത് ചെയ്യാറുണ്ട്? എമിറ്റ് ചെയ്യാറുണ്ട്. ചില മാസ്ലെസ്, റെസ്റ്റ് മാസ് 0 ഒക്കെ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്ന ചില പാർട്ടിക്കിൾസ്. ഈ പാർട്ടിക്കിൾസ്, അതായത് ബീറ്റ ഡീകേ ഒക്കർ ചെയ്യുന്ന സമയത്ത് ഡെവലപ്പ് ചെയ്യുന്ന, അല്ലെങ്കിൽ ആ സമയത്ത് ഉണ്ടാകുന്ന ഒരു ഫോഴ്സാണ് ഈ വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്. It is the force which appears only between elementary particles during beta decay. ബീറ്റ ഡീകേ നടക്കുന്ന സമയത്ത് ചില എലമെൻ്ററി പാർട്ടിക്കിൾസ് തമ്മിലുണ്ടാകുന്ന ആ ഒരു സമയത്ത് ഒക്കർ ചെയ്യുന്ന ഒരു ഫോഴ്സാണ് ഈ വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്. സംഗതി പേരിൽ വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് എന്നാണെങ്കിൽ പോലും അത് അത്രത്തോളം വീക്കായ ഫോഴ്സ് ഒന്നും അല്ല. ബട്ട് കമ്പയറിംഗ് ടു ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഇറ്റ് ഈസ് വെരി സ്ട്രോങ് ഫോഴ്സ്. ബട്ട് നമ്മൾ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ ഫോഴ്സ് എന്താണ്? കുറച്ച് വീക്കാണ്. ആ വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് പേരേ ഉള്ളൂ എന്ന് വെച്ച് അത്രത്തോളം എന്തല്ല, വീക്കല്ല. അത് നമ്മൾ അവസാനം നമ്മൾ ഈ ഓരോ ഫോഴ്സിനെയും നമ്മളൊന്ന് കമ്പയർ ചെയ്ത് നോക്കും. ഗ്രാവിറ്റേഷൻ ഫോഴ്സിനെയും ഇപ്പം നമ്മൾ പറഞ്ഞ ഫോഴ്സ്, ഇനി പറയാനിരിക്കുന്ന ഫോഴ്സുകളൊക്കെ നമ്മളൊന്ന് കമ്പയർ ചെയ്യും. ഓക്കെ, സോ വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായല്ലോ. എന്താണ്? ബീറ്റ ഡീകേ നടക്കുന്ന സമയത്ത് അവിടെ എലമെൻ്ററി പാർട്ടിക്കിൾസ് തമ്മിലുണ്ടാകുന്ന ഒരു അട്രാക്റ്റീവ് ഫോഴ്സ്, ഒരു ഫോഴ്സിനെയാണ് എന്ത് പറയുന്നത്? ഈ വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്. ഇതിൻ്റെ പ്രത്യേകത അതുമായിട്ട് ഓർത്തിരിക്കേണ്ട ഒരു പോയിന്റാണ്, ഇറ്റ് ഈസ് എ ഷോർട്ട് റേഞ്ച് ഫോഴ്സ്. വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് ഈസ് എ ഷോർട്ട് റേഞ്ച് ഫോഴ്സ്. നമ്മൾ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് നമ്മൾ പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത്? ഇറ്റ് ഈസ് എ ലോങ് റേഞ്ച് ഫോഴ്സ്. അതായത് എത്ര ഡിസ്റ്റൻസിലാണെങ്കിലും ഈ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എന്ത് ചെയ്യാം? അവിടെ ആക്ട് ചെയ്യാം. എന്നാൽ ഈ പറയുന്ന ഫോഴ്സ്, ഇത് നമ്മുടെ വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ ഷോർട്ട് ഡിസ്റ്റൻസിൽ മാത്രം, വളരെ അടുത്ത്, പാർട്ടിക്കിൾസ് വളരെ അടുത്ത് ന്യൂക്ലിയസിൻ്റെ ഉള്ളിലുള്ള, അതായത് 10⁻⁵ ഫെംറ്റോമീറ്റർ എന്ന് പറയും, ഫെർമി എന്നൊക്കെ പറയുന്ന ആ ഒരു ഡിസ്റ്റൻസിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സാണ് ഏത്? ഈ വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഇത്രയും വീക്ക് ന്യൂക്ലിയർ ഫോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ഓർത്തിരിക്കുക. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഫോഴ്സിലേക്ക് പോകാം. മൂന്നാമതായിട്ട് ഞാൻ പറയുന്ന ഫോഴ്സാണ്, തേർഡ് ഫോഴ്സാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്. എന്താണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ? ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഫോഴ്സ് ഓഫ് ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ചാർജ്ഡ് പാർട്ടിക്കിൾസ്. ഈ ഫോഴ്സ്, ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ചാർജ്ഡ് പാർട്ടിക്കിൾസ് തമ്മിലുണ്ടാകുന്ന ഒരു ഫോഴ്സാണ്. വാട്ട് ഈസ് ചാർജ്ഡ് പാർട്ടിക്കിൾസ്? ചാർജസിന് ഒരുപാട് എക്സാമ്പിൾസ് നിങ്ങൾക്കറിയാം. ഇപ്പോൾ ഇലക്ട്രോൺ is an elementary particle having a charge. അല്ലെ, ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ചാർജുള്ള ഒരു പാർട്ടിക്കിളാണ് ഇലക്ട്രോൺ. പ്രോട്ടോൺ അല്ലേ, ഒരു പോസിറ്റീവ് ചാർജുള്ള പാർട്ടിക്കിളാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ചാർജുകൾ തമ്മിലുണ്ടാകുന്ന ഇൻട്രാക്ഷൻ, ആ ഇൻട്രാക്ഷൻ അവിടെ ഉണ്ടാകുന്ന ഫോഴ്സിനെയാണ് നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്. ഈ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സിനെ നമുക്ക് വീണ്ടും രണ്ടായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സിനെ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്നും മാഗ്നറ്റിക് ഫോഴ്സ് എന്നും നമുക്ക് രണ്ടായിട്ട് എന്ത് ചെയ്യാം? ക്ലാസിഫൈ ചെയ്യാം. അപ്പോൾ ഏതൊക്കെയാണ്? എന്താണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ മാഗ്നറ്റിക് ഫോഴ്സ്? ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറഞ്ഞ ടേംസ്, സ്റ്റാറ്റിക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താണെന്ന് അറിയാം. വാട്ട് ഈസ് സ്റ്റാറ്റിക്? സ്റ്റാറ്റിക് മീൻസ് റെസ്റ്റ്. സോ
ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഇലക്ട്രോ എന്ന് പറഞ്ഞാൽ ചാർജുമായിട്ട് ബന്ധപ്പെട്ട ടേമാണ് ഇലക്ട്രോ. ഓക്കെ, സ്റ്റാറ്റിക്, റെസ്റ്റ്. അപ്പോൾ ചാർജസ് റെസ്റ്റിലിരിക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഫോഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് പറയും. സോ ഇറ്റ് ഈസ് ദ ഫോഴ്സ് ബിറ്റ്വീൻ ചാർജ്ഡ് പാർട്ടിക്കിൾസ് when they are at rest. It is called electrostatic force. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് ദ ഫോഴ്സ് ബിറ്റ്വീൻ ചാർജ്ഡ് പാർട്ടിക്കിൾസ് when they are in motion. ചാർജസ് മൂവ് ചെയ്യുമ്പോൾ, മോഷനിലാകുന്ന സമയത്ത് ഈ ചാർജ്ഡ് പാർട്ടിക്കിൾസ് തമ്മിലുണ്ടാകുന്ന ഫോഴ്സിനെയാണ് എന്ത് പറയുന്നത്? മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത്. സോ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് നമ്മൾ രണ്ടായിട്ട് തിരിച്ചു, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആൻഡ് മാഗ്നറ്റിക് ഫോഴ്സ്. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഫോഴ്സ് ബിറ്റ്വീൻ ചാർജ്ഡ് പാർട്ടിക്കിൾസ് when they are at rest, and magnetic force means it is the force between charged particles when they are in motion. ഓക്കെ, ഇനി ഈ ഫോഴ്സിൻ്റെ, ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സിൻ്റെ ഒന്ന് രണ്ട് പ്രോപ്പർട്ടീസ് കൂടെ നമുക്ക് എന്ത് ചെയ്യാം, പറയാം. ഒന്ന്, ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സിൻ്റെ റേഞ്ചിനെ കുറിച്ചാണ് പറയുന്നത്. ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് ഈസ് എ ലോങ് റേഞ്ച് ഫോഴ്സ്. ഒരു ലോങ് റേഞ്ച് ഫോഴ്സ് ആണ്. നമ്മൾ ലോങ് റേഞ്ച് ഫോഴ്സ് വേറെ നമ്മൾ പറഞ്ഞല്ലോ, ഏതാണ്? ഗ്രാവിറ്റേഷൻ ഫോഴ്സ്. സോ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ലോങ് റേഞ്ച് ഫോഴ്സ് ആണ്. അതേ രൂപത്തിൽ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സും ഒരുപാട് ഡിസ്റ്റൻസിലേക്ക് ആക്ട് ചെയ്യുന്ന ഒരു ഫോഴ്സാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്. ഓക്കെ, അപ്പോൾ ഒരു പോയിന്റ് നമ്മളത് പറഞ്ഞു. പിന്നെ അതിൻ്റെ ഫോഴ്സിൻ്റെ സ്ട്രെങ്ത് നോക്കുമ്പോൾ ഗ്രാവിറ്റേഷൻ ഫോഴ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിനേക്കാളൊക്കെ ഒരുപാട് സ്ട്രോങ് ആയിട്ടുള്ളൊരു ഫോഴ്സാണ് ഏത്? ഈ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്. ഇനി അതിൽ ഓർത്തിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഗ്രാവിറ്റേഷൻ ഫോഴ്സ് നമുക്കറിയാം ഇറ്റ് ഈസ് ഓൾവേസ് അട്രാക്റ്റീവ്. എപ്പോഴും എന്താണ്? അട്രാക്റ്റീവ് ആണ്. എന്നാൽ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് മേ ബി അട്രാക്റ്റീവ് ഓർ റിപ്പൾസീവ്. അത് അട്രാക്റ്റീവ് ഫോഴ്സും ആകാം, അതുപോലെ തന്നെ എന്തുമാകാം? റിപ്പൾസീവ് ഫോഴ്സും ആകാം. രണ്ടിനും ചാൻസ് ഉണ്ട്. അത് ലൈക്ക് ചാർജുകൾ വരുമ്പോൾ, ഒരു പോസിറ്റീവ് ചാർജ് വരുന്ന സമയത്ത് അതെന്തായിരിക്കാം? അത് റിപ്പൾസീവ് ആയിരിക്കാം. അത് രണ്ടും തമ്മിൽ റിപ്പൾഷൻ ഉണ്ടാവും. ഒന്നൊരു പോസിറ്റീവ് ആണ്, ഒന്ന് നെഗറ്റീവ് ആണെങ്കിൽ ദേ വിൽ അട്രാക്ട് ഈച്ച് അതർ. സോ നെഗറ്റീവും പോസിറ്റീവും അട്രാക്ട് ചെയ്യും. പോസിറ്റീവ് ആണെങ്കിൽ എന്ത് ചെയ്യും? റിപ്പൽ ചെയ്യും. നെഗറ്റീവ് ആണെങ്കിലോ റിപ്പൽ ചെയ്യും. സോ ഇറ്റ് ചാർജിനനുസരിച്ച്, ചാർജിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന സംഗതിയാണ് അല്ലേ ആ ഫോഴ്സ്. അതായത് അത് അട്രാക്റ്റീവ് ആകാം, അല്ലെങ്കിൽ എന്താവാം? റിപ്പൾസീവ് ആവാം. അപ്പോൾ ഇത്രയും കാര്യമാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറയുന്ന ഭാഗത്തു നിന്ന് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്ന ലാസ്റ്റ് നാലാമത്തെ ഫണ്ടമെൻ്റൽ ഫോഴ്സാണ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. എന്താണ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്? അപ്പം ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ന്യൂക്ലിയസുമായിട്ട് ബന്ധപ്പെട്ട എന്തോ ഒരു ഫോഴ്സാണ്. യെസ്, ശരിയാണ്. ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസിനകത്ത്, നമുക്കറിയാം ഒരു ന്യൂക്ലിയസിനകത്ത് എന്തൊക്കെ പാർട്ടിക്കിൾസ് ആണുള്ളത്? ന്യൂക്ലിയസിനകത്ത് ധാരാളം പ്രോട്ടോൺസ്, അതുപോലെ തന്നെ എന്തുണ്ടാകും? ന്യൂട്രോൺസ്. സോ ഒരു ന്യൂക്ലിയസ് എടുത്തു കഴിഞ്ഞാൽ പ്രോട്ടോൺസും ന്യൂട്രോൺസും ഉണ്ടാകും. അപ്പോൾ ഈ പ്രോട്ടോണുകളെയും ന്യൂട്രോണുകളെയും ഒരുമിച്ച് ബൈൻഡ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള, ബൈൻഡ് ചെയ്ത് നിർത്തുന്ന ഫോഴ്സിനെയാണ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ഫോഴ്സ് വിച്ച് ബൈൻഡ്സ് ദ പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ് ഇൻ എ ന്യൂക്ലിയസ് ടുഗദർ. ആ ഫോഴ്സിനെയാണ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ ഒരു ന്യൂക്ലിയസിനകത്തുള്ള പാർട്ടിക്കിളിനെ ഒരുമിച്ച് ബൈൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? കെട്ടിയിടുക എന്നൊക്കെ പറയാം അല്ലേ? ബൈൻഡ് ചെയ്യുന്ന എന്താണ്? കൂട്ടിപ്പിടിച്ച് നിർത്തുന്ന ആ ഫോഴ്സിനെയാണ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. ഇനി ഇതിൻ്റെ പ്രത്യേകത, ഇറ്റ് ഈസ് എ ഷോർട്ട് റേഞ്ച് ഫോഴ്സ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓർത്തിരിക്കേണ്ട കാര്യം, ഇറ്റ് ഈസ് എ ഷോർട്ട് റേഞ്ച്, വെരി ഷോർട്ട് റേഞ്ച് ഫോഴ്സ്. ഒരു ഫെർമി 2, 3, 4 ഫെംറ്റോമീറ്റർ, ഫെർമി എന്ന് പറഞ്ഞാൽ 10⁻⁻15 എന്ന് പറയുന്നത് വളരെ കുറഞ്ഞ ഡിസ്റ്റൻസാണ്. അത്രയും ഡിസ്റ്റൻസിൽ മാത്രമേ ഈ ഫോഴ്സ് എന്ത് ചെയ്യുള്ളൂ? സ്ട്രോങ് ആയിട്ട് ആക്ട് ചെയ്യുള്ളൂ. ആ ഡിസ്റ്റൻസ് കൂടിക്കഴിഞ്ഞാൽ, ലോങ് ഡിസ്റ്റൻസിലേക്ക് പാർട്ടിക്കിൾസ് പോയി കഴിഞ്ഞാൽ ഈ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ഉണ്ടാവില്ല. വളരെ അടുത്തിരിക്കുന്ന സമയത്ത് മാത്രമാണ് ഈ സ്ട്രോങ്. അതിൽ തന്നെ ചില സമയത്ത് റിപ്പൾസീവ് ഫോഴ്സ് ആയിട്ട് മാറാറുണ്ട്. അതായത് ഒരു ഫെംറ്റോമീറ്ററിനേക്കാളും കുറഞ്ഞു വരുന്ന സമയത്ത് ഈ ന്യൂക്ലിയർ ഫോഴ്സ് എന്താവും? അട്രാക്റ്റീവ്. അതൊന്നും നിങ്ങളോട് ചോദിക്കുന്നില്ല. അത് അട്രാക്റ്റീവ് ആവാനും റിപ്പൾസീവ് ആവാനും സാധ്യതയുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക? ഓർത്തിരിക്കുക. ഇനി ഈ ഭാഗത്ത് നിന്ന് നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യം ഒന്ന്, ഇറ്റ് ഈസ് എ ഷോർട്ട് റേഞ്ച് ഫോഴ്സ്. ഇതെന്താണ്? സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു വെരി ഷോർട്ട് റേഞ്ച് ഫോഴ്സ് ആണ്. വളരെ അടുത്ത
മാത്രം അല്ലെ അടുത്ത് നിൽക്കുന്ന സമയത്ത് മാത്രം ആക്ട് ചെയ്യുന്ന ഒരു ഫോഴ്സാണ്. ഓക്കെ, മറ്റൊരു കാര്യം നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഇറ്റ് ഈസ് മാസ് ഇൻഡിപെൻഡൻറ്റ് ആൻഡ് ചാർജ് ഇൻഡിപെൻഡൻറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്കറിയാം ന്യൂക്ലിയസിനകത്തുള്ള പാർട്ടിക്കിൾസ് തമ്മിലുണ്ടാകുന്ന ഒരു ഫോഴ്സാണ് എന്തെന്ന് പറഞ്ഞാൽ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. ഇറ്റ് ഈസ് മാസ് ഇൻഡിപെൻഡൻറ്റ് ആൻഡ് ചാർജ് ഇൻഡിപെൻഡൻറ്റ് എന്ന് പറഞ്ഞാൽ മാസ് ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാസ് ഇപ്പോൾ ഒരു ന്യൂട്രോണും ഒരു പ്രോട്ടോണും തമ്മിൽ സ്ലൈറ്റ്ലി മാസിൽ ചെറിയ ഡിഫറൻസ് ഉണ്ട്, വളരെ ചെറിയ ഡിഫറൻസ് ആണ്. ഈ ഡിഫറൻസ് ഉണ്ടായെന്ന് വെച്ച് അവിടെ ഉണ്ടാകുന്ന ഫോഴ്സിൽ മാറ്റമില്ല. അതായത് ഒരു ന്യൂട്രോണും പ്രോട്ടോണും തമ്മിലുണ്ടാകുന്ന ഫോഴ്സ് ആണെങ്കിലും, ഇനി രണ്ട് ന്യൂട്രോണുകൾ തമ്മിലുണ്ടാകുന്ന ഫോഴ്സ് ആണെങ്കിലും, ഇനി അതല്ല രണ്ട് പ്രോട്ടോണുകൾ തമ്മിലുണ്ടാകുന്ന ഫോഴ്സ്, എങ്ങനെയും ഫോഴ്സസ് വരാം. ന്യൂക്ലിയസിനകത്ത് പ്രോട്ടോൺ ഉണ്ടാവും, ന്യൂട്രോൺ, അപ്പോൾ അതിൽ രണ്ട് പ്രോട്ടോണുകൾ തമ്മിൽ ഫോഴ്സ് ഉണ്ടാവും, ഒരു ന്യൂട്രോണും പ്രോട്ടോണും തമ്മിൽ ഫോഴ്സ് ഉണ്ടാവും, രണ്ട് ന്യൂട്രോണുകൾ തമ്മിൽ ഫോഴ്സ് ഉണ്ടാവും. ഈ ഫോഴ്സുകളൊക്കെ പ്രോട്ടോണുകളാണെങ്കിലും പരസ്പരം ഏത് പാർട്ടിക്കിൾ ആണെങ്കിലും അവിടെ അതിൻ്റെ മാസ് ഈ ഫോഴ്സിനെ എന്ത് ചെയ്യുന്നില്ല, ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഏത് പാർട്ടിക്കിൾ ആണെങ്കിലും ഫോഴ്സ് എന്തായിരിക്കും, സെയിം ആയിരിക്കും. അതുപോലെ തന്നെ ഇറ്റ് ഈസ് ആൾസോ ചാർജ് ഇൻഡിപെൻഡൻറ്റ്, ചാർജും അതിനെന്ത് ചെയ്യുന്നില്ല, ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. എന്ന് പറഞ്ഞാൽ ഒന്ന് പോസിറ്റീവ് ചാർജ് ഉള്ളതാണ്, പ്രോട്ടോൺ പോസിറ്റീവ് ചാർജ് ഉള്ളതാണ്, ന്യൂട്രോണോ ചാർജ് ഇല്ലാത്തതാണ്. എന്തായിക്കോട്ടെ, ഒരു പ്രോട്ടോണും ന്യൂട്രോണോ ആയിക്കോട്ടെ, അത് തമ്മിലുണ്ടാകുന്ന ഫോഴ്സ് തന്നെ ആയിരിക്കും. ഇനി രണ്ട് പ്രോട്ടോണുകൾ തമ്മിലുണ്ടാകുന്ന ഫോഴ്സ് ആണെങ്കിലും, സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സിൽ രണ്ട് പ്രോട്ടോണുകൾ തമ്മിലുള്ള ഫോഴ്സ് ആണെങ്കിലും, ഇനി രണ്ട് ന്യൂട്രോണുകൾ തമ്മിലാണ് അട്രാക്ട് ചെയ്യുന്നത് ഈ ഫോഴ്സ് ആണെങ്കിലും, ഇനി ഒരു പ്രോട്ടോണും ന്യൂട്രോണും ആണെങ്കിലും, എങ്ങനെ വന്നു കഴിഞ്ഞാലും ഈ ഫോഴ്സ് സിമിലർ ആയിരിക്കും. അതായത് ഇറ്റ് ഈസ് ചാർജ് ഇൻഡിപെൻഡൻറ്റ് ആൻഡ് ഇറ്റ് ഈസ് ആൾസോ മാസ് ഇൻഡിപെൻഡൻറ്റ്. ചാർജിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, മാസിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഇതാണ് നിങ്ങൾ ഓർത്തിരിക്കേണ്ട മറ്റൊരു പോയിന്റ്. ഓക്കെ, ഇനി ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ട ഒരു പോയിന്റ് ആണ്, ഇറ്റ് ഈസ് ദ സ്ട്രോങ്ങസ്റ്റ് ഫോഴ്സ് ഇൻ നേച്ചർ. നേച്ചറിലെ ഏറ്റവും സ്ട്രോങ് ഫോഴ്സ് ആണ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. സോ ഇറ്റ് ഈസ് ദ സ്ട്രോങ്ങസ്റ്റ് ഫോഴ്സ് ഇൻ നേച്ചർ. അപ്പോൾ ഈ ഒരു പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ നോട്ട് ചെയ്യുക, അത് എപ്പോഴും ചോദിക്കുന്നതാണ്. നേരത്തെ നമ്മൾ പറഞ്ഞു വിച്ച് ഈസ് ദ വീക്കസ്റ്റ് ഫോഴ്സ് ഇൻ നേച്ചർ, ദാറ്റ് ഈസ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. തെറ്റിയിട്ട് എന്ത് പറയരുത്, വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയാൻ പാടുണ്ടോ? ഇല്ല, കാരണം വീക്ക് ന്യൂക്ലിയർ ഫോഴ്സിൽ ഒരു വീക്ക് ഉണ്ട് എന്ന് കരുതി അതല്ല നേച്ചറിലെ ഏറ്റവും വീക്ക് ഫോഴ്സ്. ഏറ്റവും വീക്കസ്റ്റ് ഫോഴ്സ് ഏതാണ്? ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ആണ്. ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ഫോഴ്സ് ഏതാണ്? ഈസ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇത്രയും കാര്യം പഠിച്ചു കഴിഞ്ഞാൽ യു ക്യാൻ സ്കോർ 1 മാർക്ക്. ഈ ചാപ്റ്ററിൽ നിന്നും ആകെ 1 മാർക്കിനാണ് ക്വസ്റ്റ്യൻ ഉണ്ടാവുക. ആ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഇത്രയും ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഈ ഫണ്ടമെൻ്റൽ ഫോഴ്സ് എന്ന് പറയുന്ന ഭാഗത്തു നിന്നാണ്. ഇനി ഈ ഫോഴ്സുകൾ തമ്മിലുള്ള ഒരു കമ്പാരിസൺ, അതായത് ഇപ്പോൾ ഗ്രാവിറ്റേഷൻ, ഇപ്പോൾ രണ്ട് പാർട്ടിക്കിൾസ് തമ്മിലുണ്ടാകുന്ന ഗ്രാവിറ്റേഷൻ ഫോഴ്സും അതേ പാർട്ടിക്കിൾസ് തമ്മിലുണ്ടാകുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സും, ഇനി അവ തമ്മിലുണ്ടാകുന്ന എന്താണ് ഇപ്പോൾ വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് ആയിക്കോട്ടെ, സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്, ഇതിൻ്റെയൊക്കെ ഒരു കമ്പാരിസൺ നമ്മൾ പറയുമ്പോൾ അതിൻ്റെ ഒരു റേഷ്യോ നമുക്ക് എങ്ങനെ ആയിരിക്കുമെന്ന് നോക്കാം. അപ്പോൾ ആ റേഷ്യോ നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കാം. ആദ്യം നമ്മൾ പറയുന്നത് ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ആണ്, രണ്ടാമത് പറയുന്നത് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് ആണ്, മൂന്നാമത് പറയുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് ആണ്, ഫൈനൽ 4ാമത് പറയുന്നത് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ആണ്. ഇപ്പോൾ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് 1 ന്യൂട്ടൺ ആണെങ്കിൽ വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ 10⁻25 ന്യൂട്ടൺ ആയിരിക്കും. അപ്പോൾ ആ പേരിൽ മാത്രമേ എന്തുള്ളൂ, വീക്ക് എന്നുള്ളൂ. അതായത് ഗ്രാവിറ്റേഷൻ ഫോഴ്സിൻ്റെ അതിനേക്കാളും 10⁻25 ടൈംസ് ഗ്രേറ്റർ എന്ന് പറയുന്നത് എത്രത്തോളം ഉണ്ടെന്ന് ആലോചിച്ച് നോക്കുക. ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എന്താണ്? 1 ന്യൂട്ടൺ ആണെങ്കിൽ 10⁻25 എന്ന് പറഞ്ഞാൽ ഒന്നിട്ടിട്ട് ഒരു 25 സീറോസ് ഇടുക, അത്രയും ന്യൂട്ടൺ ഫോഴ്സ് എന്തുണ്ടാവും അത്. അതായത് ഗ്രാവിറ്റേഷൻ ഫോഴ്സ് 1 ന്യൂട്ടൺ ഉണ്ടെങ്കിൽ ആ പാർട്ടിക്കിൾസ് തമ്മിലുണ്ടാകുന്ന എന്താണ് ഈ വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് ഇത്ര ഉണ്ടാകും. അപ്പോൾ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് ആണെങ്കിൽ 10⁻36 ന്യൂട്ടൺ, അതായത് ഇതിനേക്കാളും എത്രയോ ടൈംസ് വീണ്ടും എന്താണ് കൂടുതലാണ്. എന്നാൽ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ഫോഴ്സ് എത്രയാണ്? ഏത് ഫോഴ്സാണ്? ന്യൂക്ലിയർ ഫോഴ്സ് ആണ്. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് വരുന്നത് 10⁻38 ന്യൂട്ടൺ ആണ്. അപ്പോൾ അതിൻ്റെ ആ റേഷ്യോ നമ്മൾ നോക്കുക. ഗ്രാവിറ്റേഷൻ ഫോഴ്സ്, വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്, ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്, സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്, അതിൻ്റെ ആ റേഷ്യോ 1:10⁻25:10⁻36:10⁻38 അത്രയും
ടൈംസ് എന്താണ് ഗ്രേറ്റർ ആണ്. അത് ആ ഫോഴ്സുകൾ തമ്മിലുണ്ടാകുന്ന ഒരു കമ്പാരിസൺ, ഒരു ആ റേഷ്യോ എത്ര എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഇത് ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യമാണ് നമുക്ക് +1 ഈ ഫിസിക്കൽ വേൾഡ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഇത്രയും കാര്യം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഈ ചാപ്റ്ററിൽ നിന്നും നിങ്ങൾക്ക് ഇവിടെ നിന്നും വരുന്ന ക്വസ്റ്റ്യൻ എന്തായാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ ചെയ്യാൻ പറ്റും. പരീക്ഷയ്ക്ക് അത്ര തന്നെ ഇമ്പോർട്ടൻ്റ് അല്ലാത്ത ഒരു ചാപ്റ്ററാണ് ഫിസിക്കൽ വേൾഡ്. ശരിക്കും ഫിസിക്കൽ വേൾഡ് എന്ന് പറയുന്ന ചാപ്റ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫിസിക്സിനെ കുറിച്ച് നിങ്ങൾ ജസ്റ്റ് ഒരു ബേസിക് ആയിട്ടൊരു ഫിസിക്സ് എന്താണെന്ന് മനസ്സിലാക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി നിങ്ങൾക്ക്, അതായത് വായിച്ചെടുക്കാൻ വേണ്ടി നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ നിങ്ങൾക്കൊരു ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കാൻ വേണ്ടി അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ഫിസിക്കൽ വേൾഡ്. അത്രത്തോളം കൂടുതൽ ഇമ്പോർട്ടൻസ് നമ്മുടെ എക്സാമിനെ സംബന്ധിച്ച് അത്രത്തോളം കൂടുതൽ ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കാത്ത, സാധാരണ സെക്കൻഡ് ചാപ്റ്റർ മുതൽ വളരെ നമ്മൾ എക്സാമിന് കൂടുതൽ മാർക്കിന് ക്വസ്റ്റ്യൻസ് അടുത്ത ചാപ്റ്റർ മുതൽ ചോദിക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ, ആ 4 ഫണ്ടമെൻ്റൽ ഫോഴ്സസ് എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. ഇതെല്ലാം നിങ്ങൾ നോട്ടിൽ എടുത്തിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ് ആ 4 ഫോഴ്സസ് ഒന്ന് ഓർത്തിരി നോക്കുക. ഏതാണ്? ഫസ്റ്റ് ഗ്രാവിറ്റേഷൻ ഫോഴ്സ്, സെക്കൻഡ് വൺ വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്, തേർഡ് വൺ ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് ആൻഡ് ഫോർത്ത് വൺ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. അതിൻ്റെയൊക്കെ പ്രോപ്പർട്ടീസും ഓർത്തിരിക്കുക. അത് ഷോർട്ട് റേഞ്ച് ആണോ, ലോങ് റേഞ്ച് ആണോ, ഏതാണ് വീക്ക്, ഏതാണ് സ്ട്രോങ്, അട്രാക്റ്റീവ് ആണോ, റിപ്പൾസീവ് ആണോ, മാസും ചാർജും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ, ഒക്കെ ഓരോരോ കേസിൽ എപ്പോഴൊക്കെയാണ് എന്തൊക്കെയാണ് ആ ഫോഴ്സസ് എന്നൊക്കെ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.